LSS സ്പെഷ്യൽ മാർക്ക് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ പരീക്ഷയിൽ കാണുന്ന ചോദ്യമാണ് കവികൾ വിശേഷണങ്ങൾ. അപ്പോ ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരാണെന്നറിയാമോ? തുള്ളൽ എന്ന കല ജനങ്ങളിലേക്ക് എത്തിച്ച് വളരെ ജനകീയനായ ഒരു കവിയായിരുന്നു ആര്? കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? നങ്ങേലിയുടെയും പൂതത്തിന്റെയും ഉണ്ണിയുടെയും ഒക്കെ കഥ പറഞ്ഞ് മാതൃസ്നേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞ കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അപ്പോൾ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ശക്തിയുടെ കവി ഇടശ്ശേരി. ഇനി മറ്റൊരു ചോദ്യം, നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? നിളയുടെ കവി, നിള എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ. ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ആരാണെന്നറിയാമോ? ദാർശനിക കവി, ഇദ്ദേഹം തന്നെയാണ് മൃത്യുബോധത്തിന്റെ കവി എന്നും അറിയപ്പെടുന്നത്. ഉത്തരം ജി ശങ്കരക്കുറുപ്പാണ്. ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ്. നേരത്തെ നമ്മൾ നിളയുടെ കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിളയുടെ കഥാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും അറിയേണ്ട ഒരു ചോദ്യമാണ്, ഉത്തരമാണ്. ഈയിടെ 2024 ഡിസംബർ 25 നമ്മളെ വിട്ടുപിരിഞ്ഞ MT വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്ന് അറിയുന്നത്.